ഈ ദുരന്തത്തിൽ മരണം 110 എന്ന രീതിയിലെല്ലാം തന്നെ ഇപ്പോൾ വാർത്തകൾ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്ത് പുറത്തേക്ക് വരികയാണ്. 110 പേർ മരിച്ചു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. ആദ്യം ഗുജറാത്തിലെ മാധ്യമങ്ങളാണ് 100 അല്ലെങ്കിൽ 105 എന്ന വിവരങ്ങൾ പുറത്തുവിട്ടെങ്കിൽ ഇപ്പോൾ വിമാന ദുരന്തത്തിൽ 110 പേർ മരിച്ചു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നു. എന്തായാലും ഈ തകർന്ന വീണ വിമാനം ഉടൻ അഗ്നിഗോളമാകുമ്പോൾ സ്വാഭാവികമായും ആ വിമാനത്തിനുള്ളിലുള്ളവരെല്ലാം തന്നെയും അപകടത്തിൽ പെടാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ വിമാന ദുരന്തത്തിൽ ഇപ്പോൾ 110 പേർ മരിച്ചു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അതീവ വലിയൊരു ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, വളരെ വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ദുരന്തത്തിൽപ്പെട്ടവരുടെ വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാകുന്നതേ ഉള്ളൂ. ഏതായാലും 53 ബ്രിട്ടീഷ് പൗരന്മാരുണ്ടായിരുന്നു, 7 പോർച്ചുഗീസ് വാസികളുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ 22ഓളം കുട്ടികളുണ്ടായിരുന്നു, അതിൽ കൈക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എല്ലാം തന്നെയും വിവരങ്ങൾ ലഭിക്കുന്നു. ഈ മലയാളികളുണ്ടെന്ന വിവരം കൂടി ലഭിക്കുന്നു. ഇതെല്ലാം തന്നെയും ആരൊക്കെയാണ് വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നത്, അവരുടെ പേരുകൾ അടക്കമെല്ലാം തന്നെയും വരേണ്ടതുണ്ട്. പക്ഷേ ഈ വിമാനം ഓടിച്ചിരുന്നില്ല, വിമാനം പറത്തിയിരുന്നത് ഏറ്റവും പരിചയസമ്പന്നനായ, പ്രത്യേകിച്ച് 8200ഓളം കിലോമീറ്റർ എല്ലാം തന്നെയും വിമാനം പറത്തി ഏറ്റവും പരിചയസമ്പന്നനായ പൈലറ്റും കോ പൈലറ്റുമാണ് ഈ ഒരു വിമാനം പറത്തിയിരുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ വിമാനം പറന്ന് ഉയർന്ന ഉടൻ തന്നെ എല്ലാ ആശയവിനിമയവും നഷ്ടപ്പെട്ടു. പിന്നീട് ഉടൻ തന്നെ ഈ ഒരു വിമാനം തീഗോളമായി മാറുകയായിരുന്നു. എന്താണ് ഈ അപകട കാരണമെന്ന് വ്യക്തമല്ല. പക്ഷേ നമുക്ക് ദൃശ്യം കാണുന്ന പോലെ തന്നെ കൃത്യമായി വിമാനം പറന്നു ഉയർന്നിട്ട് പിന്നെ താഴേക്ക് പതിക്കുന്നതാണ് കാണുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ സാങ്കേതികമായി തകരാറെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതെല്ലാം തന്നെയും അന്വേഷണത്തിന് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഉണ്ടായത് ഒരു വലിയ ദുരന്തം തന്നെയാണ്. ഇപ്പോൾ 40 പേരുടെ മൃതദേഹങ്ങളടക്കം ആശുപത്രിയിലേക്ക് മാറ്റുമെന്നുള്ള വിവരം ലഭിക്കുന്നു. എന്തായാലും 30 എന്നുള്ള സംഖ്യ വർദ്ധിക്കുകയാണ്. അത് 110 എന്ന രീതിയിലേക്ക് ഉയരുകയാണ്. 242 പേരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്.